ഇനി കുറുവ സംഘാംഗം എന്ന നിഗമനത്തിൽ സന്തോഷ് സെൽവത്തിനോടൊപ്പം പോലീസ് പിടികൂടിയ മണികണ്ഠനെ വിട്ടയച്ചു. മണികണ്ഠൻ മോഷണം നടത്തിയതിന് തെളിവുകളില്ലെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴയിലെ മോഷണത്തിൽ മണികണ്ഠൻ ഉണ്ടായിരുന്നില്ല എന്ന് യുവതി മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. മനീഷ് ഐഷ മാത്യു ചേർന്ന്. മനീഷ്, വിവരങ്ങൾ. സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് സന്തോഷ് സെൽവത്തിനെ പിടികൂടിയതിനൊപ്പം തന്നെ മണികണ്ഠൻ നായകൻ പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ ഇയാൾക്ക് ഈ കുറുവ സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ പിന്നീട് ഇയാൾ ഈ കുറുവ സംഘവുമായി ബന്ധപ്പെട്ട ആളല്ല എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് ആലപ്പുഴ പുന്നപ്പുറ ഭാഗത്ത് നടന്ന മോഷണത്തിൽ ഇയാളെന്ന് സംശയിക്കുന്നതായി യുവതി മൊഴി നൽകിയത്. പിന്നീട് ഇയാളെ നേരിട്ട് വന്ന് കണ്ട യുവതി ഇയാളല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും മണികണ്ഠനെ വിട്ടയച്ചിരുന്നില്ല. കാരണം പാലക്കാട് നടന്ന ചില മോഷണ പരമ്പരകളുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോലീസിന് ഒരു തമിഴ്നാട് സ്വദേശിയായ മണികണ്ഠനെയായിരുന്നു സംശയം. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനാണ് ഈ മണികണ്ഠനെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പാലക്കാട് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് മണികണ്ഠനല്ല എന്നുള്ള കാര്യം പാലക്കാട് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ മണികണ്ഠനെ മണ്ണഞ്ചേരി പോലീസ് വിട്ടയച്ചിട്ടുള്ളത്. എന്നാലും മരട് പോലീസിൽ എപ്പോൾ വിളിച്ചാലും വരണമെന്ന വ്യവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ മണികണ്ഠനെ വിട്ടയച്ചിട്ടുള്ളത്. ശരി മനീഷ്, വ്യക്തമാണ്.